ഒരു മുസ്ലിം രാജകുമാരിക്ക് ഹിന്ദു ക്ഷേത്രത്തിൽ സ്ഥാനം കിട്ടിയ ഐതിഹ്യം. ദില്ലി സുൽത്താന്റെ മകൾക്ക് തമിഴ്നാട്ടിലെ ശ്രീരംഗം കോവിലില് മഹാവിഷ്ണുവിന്റെ മனைவிയായി ഇടം കിട്ടിയ കഥ. ഒരു പ്രണയ കഥ. കഥ നടക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ ദില്ലി സുൽത്താന്റെ പട്ടാളം ദ്രാവിഡ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ വരുന്നു. അവർ ദില്ലിയിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ ശ്രീരംഗം കോവിലിലെ പെരുമാളുമുണ്ട്. ദില്ലി സുൽത്താന്റെ മകൾ രാജകുമാരി സുരധാനിക്ക് ആ വിഗ്രഹത്തോട് ഇഷ്ടം തോന്നുന്നു, പ്രണയം തോന്നുന്നു. മനോഹരമായ വസ്ത്രങ്ങളാൽ അലങ്കരിച്ചും മികച്ച ഭക്ഷണം നൈവേദിച്ചും രാജകുമാരി വിഷ്ണു വിഗ്രഹത്തെ പരിപാലിക്കുന്നു. അങ്ങനെയിരിക്കെ ശ്രീരംഗപട്ടണത്തിൽ നിന്നും ദില്ലി സുൽത്താനെ പ്രീതിപ്പെടുത്താൻ ഒരു കലാവിരുന്ന് ഒരുങ്ങുന്നു. കലാനൃത്തങ്ങളിൽ പ്രീതി കൊണ്ട സുൽത്താൻ അവർ ചോദിച്ച പ്രകാരം പെരുമാൾ വിഗ്രഹം തിരികെ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. രാജകുമാരി ഉറങ്ങിക്കിടക്കെ അവർ ആ വിഗ്രഹവുമായി തമിഴ്നാട്ടിലോട്ട് തിരിച്ചു. രാവിലെ ഉറക്കമുണർന്ന സുരധാനി പെരുമാളിനെ കാണാതെ അസ്വസ്ഥയായി തിരികെ ചോദിക്കാൻ പുറപ്പെട്ട് ശ്രീരംഗം കോവിലിലെത്തി. എന്നാൽ അവിടെയോ വിഗ്രഹം എത്തിയിട്ടില്ല. രാജകുമാരിയുടെ വരവറിഞ്ഞ് അവർ തിരുപ്പതിയിലേക്ക് വഴിതിരിഞ്ഞതാണ് കാരണം. എന്നാൽ രാജകുമാരി അതറിഞ്ഞില്ല. പ്രാണനാഥനെ പിരിഞ്ഞ വിരഹ ദുഃഖത്തിൽ ആ കോയിൽ വാസലിൽ കാത്തിരുന്നു. എന്നാൽ പെരുമാൾ എത്തിയില്ല. ഊണും വെള്ളവുമില്ലാതെ പട്ടിണി കിടന്ന് അവർ മരിച്ചു വീണു. പിന്നീട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് സുരധാനിയെ തന്റെ മனைவிയായി സ്വീകരിച്ച് ക്ഷേത്രത്തിൽ ഇടം കൊടുക്കണം എന്ന് വെളിപ്പെടുത്തി. ആ നാട്ടുകാർ തുളുക്കാനാച്ചിയാർ, അതായത് തുഗ്ലക് രാജകുമാരി എന്ന പേരിൽ അവരെ വാഴ്ത്തിപ്പോരുന്നു. ഇതൊരു ഐതിഹ്യമാണ്. പലർക്കും പല പല വേർഷൻസ് പറയാനുണ്ട്. എന്നാലും എല്ലാത്തിനെയും ഒരു ഏകദേശ രൂപം ഇങ്ങനെയാണ്. മഹാവിഷ്ണു അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പലർക്കും പല കഥകളാണ് പറയാനുള്ളത്. നമുക്കിനിയും കഥകൾ പറയാം. സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൊടുക്കും. ലവ് ഇറ്റ്.